ഉദ്ഘാടന സമയത്ത് മരുമകന്റെ റോഡാകുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് പൊളിയുമ്പോൾ എന്താണ് അച്ഛനില്ലാത്ത കുട്ടി എന്ന അവസ്ഥയാണ് റോഡുകൾക്ക്. കേന്ദ്രത്തിൻ്റെതായി മാറും. ആർക്കെങ്കിലും ഉപാധികളില്ലാതെ ജാമ്യം കൊടുത്തതായി അറിവുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഉപാധികളെ കുറിച്ച് ഉറക്കെ പറയേണ്ട ആവശ്യമെന്നത്? അതായത് രാഹുലിന് വെറുതെ ഒന്നും ജാമ്യം കിട്ടിയില്ല, ഉപാധികളോടെയാണ് ജാമ്യം കിട്ടിയെന്നാ പറഞ്ഞ് ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ, അത് ധാർഷ്ട്യത്തിന്റെ സ്വരമാണ്, ഒരു സ്വേച്ഛാധിപതിയുടെ സ്വരമാണ് BJP നേതാവിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കേസുകൾ പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരേ ത്രാസിൽ തൂക്കേണ്ടതല്ല, ഒരേ അളവുകോലിൽ അളക്കേണ്ടതല്ല, തീവ്രത കുറഞ്ഞതും കൂടി. സൗപർണിക, ഇപ്പോൾ BJPയും CPM തമ്മിലുള്ള തർക്കം നമ്മൾ നോക്കിയാൽ ബാക്കി പല കാര്യങ്ങളിലും ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ ഐക്യത്തിൽ പോകുന്നതാണ്. ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു പോര് നടക്കുന്നത് കേരളത്തിലെ ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് തന്നെ ഈ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട്, ഡിജിറ്റൽ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ BJPയും CPMും തമ്മിലുള്ള ഒരു പോരായിട്ട് ആകെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു വിഷയം. അത് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അല്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ ഒരു VC നിയമനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത് ഡയറക്റ്റ് ബാധിക്കുന്നതിൻ്റെ ഇരകളാകുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്, കുട്ടികളാണ്. അപ്പോൾ ഇവർ എന്തിനാണ് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ചർച്ച ചെയ്യുക, പൊളിയുക? വീണ്ടും ചർച്ച ചെയ്തത് ഗവർണറും മന്ത്രിമാരുമായുള്ള ചർച്ച പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ അവരൊരു ടൂളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതും ഇനി അടുത്ത് എന്തിനായിരിക്കും? അടുത്തിനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും അതുവരെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ ഇരുവരും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിൽ VC നിയമന തർക്കം ചർച്ച ചെയ്യാനെത്തിയ മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ലോക് ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചപ്പോൾ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടാണ് ഈ വാർത്ത മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. KTUവിലേക്ക് ഡോക്ടർ സിസയും ഡിജിറ്റലിലേക്ക് ഡോക്ടർ പ്രിയ ചന്ദ്രനും യോഗ്യരാണ് എന്നാണ് ഗവർണർ പറയുന്നത്. അപ്പോൾ മന്ത്രിമാർ പറയുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിക്കണമെന്ന്. ഈ ഓരോ തീരുമാനം വരുമ്പോഴും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് ഇതിനെ എവിടേക്കാണ് ഇവർ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയാൻ വയ്യ. അല്ലേച്ചി, ഈ വിഷയത്തിൽ അതും പറഞ്ഞിട്ടുണ്ടല്ലോ, സുപ്രീം കോടതി ഇടപെടും എന്ന സാഹചര്യത്തിലാണ് ഇവർ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയത്. ചേച്ചി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഗവർണർ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്, മുഖ്യമന്ത്രി വന്നാൽ പോരായിരുന്നു എന്ന്. അതെ, മുഖ്യമന്ത്രി വന്നാൽ പോരായിരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രി ആലോചിച്ചേ ചെയ്യുള്ളൂ ആയിരുന്നുവെങ്കിൽ നേരെ മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടുള്ള ചർച്ച നടത്തുക, തീരുമാനം അറിയിക്കുക. അല്ലാതെ ഇങ്ങനെ ഇത് എന്തിനാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഈ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അവർക്ക് കൃത്യമായ എന്തൊക്കെയോ അജണ്ടകളുണ്ട്. ഈ വെറും കാഴ്ചക്കാരായിരിക്കുന്ന ജനങ്ങളെ മണ്ടരാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ മന്ത്രി P രാജീവ് പറഞ്ഞിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി നൽകിയ പേരുകളിൽ മുൻഗണന നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്ന് നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയാണ്. പിന്നെ ഈ മുഖ്യമന്ത്രി ഇത് എവിടെ പോയിരിക്കുന്നു? അപ്പൊ ഈ അതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രി വരട്ടെ ചർച്ചയ്ക്കെന്ന്. അപ്പൊ സർക്കാർ അഭിപ്രായ സമന്വയമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചർച്ച ഇത് നീട്ടിക്കൊണ്ടുപോവാതെ മുഖ്യമന്ത്രി തന്നെ ആ ചർച്ചയ്ക്ക് വരികയും, ഇത് ഈഗോ ക്ലാഷ് വെച്ച് നടത്തുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റെന്തോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ചേച്ചി, ഇനിയിപ്പോ മാതൃഭൂമിയിലോട്ട് വരുമ്പോ VCയുടെ കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രധാന ലീഡായിട്ട് കൊടുത്തിരിക്കുന്നത് പാത പഠിക്കും, ദേശീയപാതയിലെ തകർച്ച, കേരളത്തിനാകെ സുരക്ഷാ ഓഡിറ്റ്. ഇതാണ് മാതൃഭൂമി മെയിൻ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. കാര്യം നമുക്കറിയാം, കേരളത്തിലെ റോഡുകൾ തകരുന്നു. ഉദ്ഘാടന സമയത്ത് മരുമകന്റെ റോഡാകുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് പൊളിയുമ്പോൾ എന്താണ് അച്ഛനില്ലാത്ത കുട്ടി എന്ന അവസ്ഥയാണ് റോഡുകൾക്ക്. കേന്ദ്രത്തിൻ്റെതായി മാറും. അതുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് ആണ്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പറയുന്നത് ഇനി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ, പുതിയതായിട്ട് വരുന്ന പദ്ധതികൾ, മണ്ണ് പരിശോധന, ടെക്നിക്കലി വരാൻ പോകുന്ന മാറ്റങ്ങൾ, മണ്ണ് ഏതൊക്കെ തരത്തില് പുതിയ റോഡുകൾ നവീകരിക്കണം, ഈ കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മാതൃഭൂമി ലീഡായി കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് മനോരമ അതൊരു വലിയ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു കോളത്തിലായിട്ട് ദേശീയപാത 66 കേരളത്തിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 2 പാരഗ്രാഫ്. സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66ന്റെ വിവിധ റീച്ചുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു. 378 സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തും. ആദ്യഘട്ടമായി 110 ഇടങ്ങളിൽ മണ്ണ് പരിശോധന നടത്താൻ 20 ഏജൻസികളെ ചുമതലപ്പെടുത്തി. 3 മാസത്തിനുള്ളിൽ ഏജൻസികൾ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകണം. സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും അന്തിമ അനുമതി നൽകുകയെന്ന് അധികൃതർ പറഞ്ഞു. ഇത്രയുമേ
ഈ മനോരമ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിൽ കൂടുതലായിട്ട് എന്താണ് മാതൃഭൂമിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മണ്ണ് പരിശോധനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 378 സ്ഥലങ്ങളിൽ പരിശോധന, എല്ലാ റീച്ചിലും സംഘം എത്തും എന്നുള്ള കാര്യങ്ങളും പലവട്ടം തകർച്ച സംഭവിച്ചത്. മെയ് 19 കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഭാഗത്തുള്ള പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിശദമായിട്ടല്ലെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മാതൃഭൂമി അതിന്റെ ലീഡ് ഈ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മനോരമയിൽ പിന്നെ വലിയതായിട്ടൊരു മെയിൻ പേജിൽ വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയെന്നുള്ള വാർത്തയാണ്. അതേ വാർത്ത തന്നെ മാതൃഭൂമിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വേറൊരു തമാശ എന്ന് പറയുമ്പോൾ ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു. ഈ ഉപാധികളോടെ എന്നതിനെ വലിയ ഹൈലൈറ്റ് ചെയ്താണ് ഈ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാള് ഫേസ്ബുക്കിൽ ചോദിച്ചിരിക്കുകയാണ്, ആർക്കെങ്കിലും ഉപാധികളില്ലാതെ ജാമ്യം കൊടുത്തതായി അറിവുണ്ടോ? പിന്നെ എന്തിനാണ് ഈ ഉപാധികളെ കുറിച്ച് ഉറക്കെ പറയേണ്ട ആവശ്യമെന്നത്? അതായത് രാഹുലിന് വെറുതെ ഒന്നും ജാമ്യം കിട്ടിയില്ല, ഉപാധികളോടെയാണ് ജാമ്യം കിട്ടിയെന്നാ പറഞ്ഞ് വെക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ സംഘം മുൻപാകെ ഹാജരാകണം. പരാതി KPCC പ്രസിഡന്റിന് അയച്ചത് സംശയാസ്പദമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതി ഈ ഒരു കാര്യത്തിൽ സംശയം പറഞ്ഞിട്ടുണ്ട്. ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ചിനോട് വിശദമായി ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു, പേരും അഡ്രസ്സും ഒന്നും ഇല്ലാത്ത ഈ പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു എന്നൊരു പരാമർശം ഉണ്ടായതിനെയും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു ഗൂഢാലോചനയുടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനോ അല്ലയോ എന്നുള്ളതല്ല, ഇതിനെ ഏത് രീതിയിൽ കോൺഗ്രസിനെ അടിക്കാൻ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മൾ സംശയിക്കേണ്ടത്. നമ്മളിപ്പോ എല്ലാവരും ഈ ഒരു വിഷയത്തിനെ അതായത് ആരോപണങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ എല്ലാവരും ബാധിക്കുന്നത് ഈ പറയുന്നവരെല്ലാം രാഹുലിന് അല്ലെങ്കിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇരയ്ക്കൊപ്പം ഇല്ല എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് മറ്റു ലക്ഷ്യങ്ങളോടെ ആകരുത്. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ വിഷയത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് നീതി ലഭിക്കണം. പക്ഷെ അത് നീതി ലഭിക്കുക എന്നതിലുപരിയായി രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കരുത് എന്ന കാര്യത്തിലാണ് എല്ലാവരും വിരുദ്ധ അഭിപ്രായം പറയുന്നത്. കാരണം രാഹുൽ കോൺഗ്രസിന്റെ അത്രയും വലിയൊരു നേതാവായിരുന്നു, അവിടെ നിന്ന് ഒന്നുമല്ലാതാക്കി കളഞ്ഞു, പൊക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടൽ തെറ്റുകാരനായി ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ അതിനെ രാഷ്ട്രീയമായി ഒരു വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനമായ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പരാതിക്കാർക്ക് പ്രതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് മൊഴി. അത് കോടതി പറഞ്ഞതാണ്. അങ്ങനെ ഒരു 3-4 പോയിന്റുകളാണ് മാതൃഭൂമി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതിപ്പോ ഈ കേൾവിക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആരെങ്കിലും പറയുന്നത്, അതിന് കോടതി ആയാലും ഈ ചാനലിലായാലും നമ്മളായാലും ശരി, ഇത് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മളായിരിക്കും തെറ്റുകാര്, ആ വാർത്ത തെറ്റെന്നും പറയും. ഇപ്പൊ തന്നെ കോടതി പറയുന്നതിൽ നമുക്ക് ഈ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോടതിയെ പൈസ കൊടുത്തൊതുക്കി എന്ന രീതിയിൽ വരും. നിയമത്തെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയും. അത് കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ളതാണ് കോടതിയല്ല, ആര് പറഞ്ഞാലും അത് ശരിയായ കാര്യമെന്ന് വാദിക്കുകയും ചെയ്യും. പിന്നെ മനോരമയുടെ ആ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലോക്സഭയിൽ രാഹുൽ വേഴ്സസ് അമിത് ഷാ. ഞാൻ ചൂണ്ടിക്കാട്ടിയ വോട്ടുകൊള്ള സംബന്ധിച്ച് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി. അതിന് മറുപടിയായിട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണം വോട്ടുകൊള്ളയാക്കുന്നു, ചില കുടുംബങ്ങൾ തലമുറകളായി വോട്ടുകൊള്ള നടത്തുകയാണ് എന്ന് അമിത് ഷാ. ഇത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇത് ഉൾപേജുകളിൽ 9ാമത്തെ പേജിൽ ഇതിന്റെ വിശദമായ വിവരണങ്ങൾ ഉണ്ട്. അതിലുണ്ടോ? ഫസ്റ്റ് പേജിൽ തന്നെയാണ് ഉള്ളത്. വോട്ട് കവർച്ച, സഭയിൽ തീ പിടിച്ച് ചർച്ച, അമിത്ഷായെ സംവാദത്തിന് വെല്ലുവിളിച്ച് രാഹുൽ, രോഷാകുലിനായി ഷായുടെ മറുപടി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ സഭയിൽ എന്ന് വെച്ചാൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു രാഹുലിനെയാണ് സഭ കണ്ടത്. എന്താണ്, പല ചോദ്യങ്ങൾക്കും വളരെ ലോക്ഷാകുലനായാണ് ഷാ മറുപടി പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പിന്നെ തന്റെ ചോദ്യങ്ങളെ ഭയന്നിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് രാഹുൽ പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ ആണ് ആദ്യം. കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, രാഹുൽ ഗാന്ധി ഈ പറയുന്നതൊന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കൊണ്ടുപോകാനല്ല, ഈ പറയുന്ന കുടുംബവാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരനും വേണ്ടിയിട്ടാണ്. അമിത്ഷാ രാഹുൽ നേർക്കുനേർ. ചർച്ചയിൽ അമിത്ഷായും രാഹുൽ ഗാന്ധിയും തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. ഹരിയാനയിലെ വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാദങ്ങൾക്കെതിരെ അമിത്ഷാ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വാദപ്രതിവാദം ഉണ്ടായത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ കേസെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിയമം കൊണ്ടുവന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി അവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കാരണം വ്യക്തമാക്കണം. വോട്ടുകളെ സംബന്ധിച്ച് സംവാദത്തിനായി ഞാൻ അമിത്ഷായെ വെല്ലുവിളിക്കുകയാണ്. UP-യിലും ഹരിയാനയിലും ഒരേ വോട്ടർ
വോട്ട് ചെയ്തത് എങ്ങനെയെന്ന് കൂടി പറയൂ. അമിത്ഷാ, സഭാ നടപടികളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. താങ്കളുടെ താല്പര്യം അനുസരിച്ച് സഭ നടക്കില്ല. ഞാൻ സംസാരിക്കുന്നതിന്റെ ക്രമം ഞാൻ തീരുമാനിക്കും. ഇതെനിക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. ഇങ്ങനെയാണോ അതിന് മറുപടി കൊടുക്കേണ്ടത്? അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്നതാണോ? ഇതിവിടെ CPM-കാര് കോൺഗ്രസിന്റെ ചോദ്യത്തിന് ഉത്തരം പറയും പോലെ തന്നെയാണ് അവിടെ BJP-യും ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ഇല്ല. ഇവിടെ പക്ഷെ ഇങ്ങനത്തെ ഉത്തരവല്ല പറയുന്നത്. അന്വേഷിച്ചു വരുന്നു, ശേഖരിച്ചു വരുന്നു, വിവരങ്ങൾ ലഭ്യമാകും. ഇത് ഇനി എന്ന് ചോദിച്ചാൽ ഇനി എത്ര ദിവസം കഴിഞ്ഞ് ചോദിച്ചാലും ഇതേ മറുപടിയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് മറുപടി അതൊന്നും നിങ്ങൾ പറയുന്ന രീതിക്ക് പറയാൻ പറ്റില്ല. സഭയിൽ ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ, അത് ധാർഷ്ട്യത്തിന്റെ സ്വരമാണ്, ഒരു സ്വേച്ഛാധിപതിയുടെ സ്വരമാണ് BJP നേതാവിൽ നിന്നുണ്ടായിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഇതിപ്പോ മലയാള മനോരമയും മാതൃഭൂമിയിലും എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അടുത്ത ദേശാഭിമാനിയിൽ ഫസ്റ്റ് വാർത്ത, അതിജീവിതയ്ക്കെതിരായ പരാമർശം, UDF കൺവീനറുടേത് കോൺഗ്രസ് നിലപാട്, അതിജീവിതയ്ക്കൊപ്പം ഒറ്റക്കെട്ടായി തുടരും. പറയുന്നതാരാ? MP ഗോവിന്ദൻ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട് കോൺഗ്രസിന്റേത് കൂടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കേസുകൾ പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരേ ത്രാസിൽ തൂക്കേണ്ടതല്ല, ഒരേ അളവ് പോലെ അളക്കേണ്ടതല്ല. തീവ്രത കുറഞ്ഞതും കൂടി അതാണ് ഏറ്റവും ഹെഡിങ് ആയി വലിയ വാർത്തയായിട്ട്. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് ആദ്യം കൊടുത്തിരുന്ന വാർത്ത. ഇതേ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നത്. ഈ കുറെ ദിവസം ഇനി ഇത് തന്നെ ആയിരിക്കും അവർക്ക്. പിന്നെ വർഗീയ സഖ്യം വേണ്ട എന്നാണ്. വടക്കൻ കേരളം ഇന്ന് വിധി എഴുതും. വർഗീയ സഖ്യം വേണ്ട. ഇതിനെപ്പറ്റി നിരവധി തവണ ഒരുപാട് പേർ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇവരുടെ സഖ്യം എന്ന് പറയുന്നത് ഇവർ ആവശ്യമുള്ളപ്പോൾ ആരുമായും സഖ്യം ഉണ്ടാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് കൈയയച്ച് സഹായങ്ങൾ ചെയ്യുകയും പിന്നെ മറിച്ച് അവർ UDF-ന്റെ കൂടെ ചേരുമ്പോൾ അവർ അയ്യം കൊള്ളൂലാത്തവരാവും, അത് അഴുക്ക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ CPM-ൻ്റെതുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. 7 ജില്ലയിലും പോളിംഗ് കുറവ്. അത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വാർത്ത. അത് രണ്ട് മാതൃഭൂമിയിലും മനോരമയിലും ഉണ്ടല്ലോ ചെറിയൊരു. പിന്നെ മുണ്ടക്കൈയിൽ 32 UDF കുടുംബം CPM-നൊപ്പം, ദുരന്ത ബാധിതർക്കൊപ്പം നിന്ന് സർക്കാർ, സ്വന്തം പാർട്ടി വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് UDF-നെതിരെയുള്ള വാർത്തയാണ്. പിന്നെ ഇതിലെല്ലാം UDF-നെതിരെയുള്ള വാർത്തകളായിരിക്കുള്ളൂ, അതായത് വാർത്തയായിട്ടല്ലല്ലോ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം, പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞു നിന്നിട്ട് പ്രോസിക്യൂഷൻ ഒരു ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുത്തു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇവരുടെ തന്നെ ഹെഡ്മാഷ് പറയുന്നുണ്ട്, രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം, രണ്ടാമത്തെ വേട്ടക്കാരന് കൂടി നീതി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ ഇനി ഇതിൽ ഇവരുദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഹെഡ്മാഷ് എന്ന ആ ഒരു പേര് തന്നെ നമുക്ക് ഇനി ആരെങ്കിലും ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇരയോടൊപ്പം എന്ന് പറയുകയും പ്രോസിക്യൂഷൻ ഇനി അടുത്ത് വീണ്ടും മേൽക്കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയാണ് അവർ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിലും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് പറയുന്നത്. ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിലുപരി അവർക്ക് രാഷ്ട്രീയ എതിരാളികളെ ഇത്തരം കേസുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തറവറ്റിക്കുക അല്ലെങ്കിൽ നാണം കെടുത്തുക എന്നത് മാത്രമാണ് CPM-ന്റെ ലക്ഷ്യമെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു വിഷയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള ഒരു സംവാദം. അതില് ഒരു 15 ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് 15 ചോദ്യങ്ങൾ. ആ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരമുണ്ടോ, മറുപടി ഉണ്ടോ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ, അതായത് ഈ 15 ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ കൃത്യമായ ഉത്തരങ്ങളില്ല എന്ന രീതിയിലാണ് ദേശാഭിമാനിയിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. പരമ അബദ്ധങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും കോൺഗ്രസിന്റെയും UDF-ന്റെയും വികൃതമുഖം മറച്ചുവെക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂത്ത് കോൺഗ്രസ് നേതാവായ MLA-യുടെ പീഡന പരമ്പര പുറത്തു വന്നപ്പോൾ പ്രതിക്കൂട്ടിലായത് CPM ആണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വ്യാഖ്യാനത്തിനാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. വോട്ടെടുപ്പ് നടക്കുന്ന വേളയിൽ നടത്തുന്ന ഇത്തരം വിചിത്ര ന്യായങ്ങൾ കൊണ്ട് വികൃതമുഖം മറച്ചുവെക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്കായി ചോദ്യങ്ങളും അങ്ങനെ ഒരു 15 ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ VD സതീശൻ ഉത്തരം പറഞ്ഞത് ദേശാഭിമാനി അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് മനോരമ അറിഞ്ഞിട്ടുണ്ടല്ലോ. പിണറായിയുടെ 13 ചോദ്യങ്ങൾക്കാണ് സതീശന്റെ മറുപടി. മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ച് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിലൂടെയാണ് മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, ഇതുവരെ മുഖ്യമന്ത്രി വരാത്തത് കൊണ്ട് 13 ചോദ്യത്തിനും സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് ഉത്തരമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ 13 ചോദ്യത്തിനും അല്ല, അത് നമ്മൾ ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പം അതിന്റെ മുകളിൽ കുറച്ച് അതിന്റെ ചട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ പരീക്ഷ ഇപ്പൊ നെഗറ്റീവ് മാർക്കുണ്ട്,
അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. അതിൽ ഇവരുടെ ഈ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിൻ്റെത് 15 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അത് ഉത്തരമായി കണക്കാക്കുള്ളൂ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ 13 പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഇവരെ റിജക്ട് ചെയ്തതാ. 15 തികച്ചു വന്നാലേ അത് ഉത്തരം പറഞ്ഞതായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുള്ളൂ. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യത്തേത്. അതിന് ഉത്തരം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4.5 ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മിച്ചു. 9.5 വർഷം കൊണ്ട് എത്ര വീടുകളാണ് ഈ സർക്കാർ നൽകിയതെന്ന ഉത്തരത്തിനൊപ്പം മറു ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അടുത്ത വിഴിഞ്ഞം തുറമുഖത്തിന് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വസ്തുതാവിരുദ്ധമായ എതിർപ്പുകളെ കുറിച്ച്. 4000 കോടി രൂപയുടെ പദ്ധതിക്ക് പിന്നിൽ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് ആരോപിച്ച അന്നത്തെ CPM സെക്രട്ടറിയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഭീഷണി അവഗണിച്ച് പദ്ധതിയുമായി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമായിരുന്നു. ഇതും അതൊരു തിരിച്ചടിയാണ്. കാരണം എതിർത്തുകൊണ്ടിരുന്നവരാണ് ഇവർ. ഇവർ പറഞ്ഞ് ഇവരാണ് നടപ്പിലാക്കിയതെന്ന്. അടുത്തത് വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ചോദ്യം. അതിന്റെ ഉത്തരം എന്താ? ദുരന്ത സാധ്യത നിലനിൽക്കുന്ന മേഖലയിൽ പരിസ്ഥിതി പഠനം പോലും നടത്താതെ പദ്ധതി നടപ്പാക്കുന്നതിനെയാണ് എതിർത്തത്. അതെ, ഇപ്പൊ പണി പൂർത്തിയായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന് എന്താണ് പറയാനുള്ളത്? അപ്പൊ പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല. തീരദേശ ഹൈവേ നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ആ വിഷയത്തിൽ എന്താണ്? DPR പ്രസിദ്ധീകരിക്കാതെയും സാമൂഹിക പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാതെയും നടപ്പാക്കരുതെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതെ അതെ. പിന്നെ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത് വോട്ട് പിടിക്കുന്നതിനുള്ള കൈക്കൂലിയാണെന്നുള്ള ആരോപണം. 6 മാസം വരെ പെൻഷൻ കുടിശ്ശിക വരുത്തുകയും പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് പറഞ്ഞ് ജനത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത സർക്കാരാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് 2021 പറഞ്ഞവർ 4.5 വർഷം 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ ജനങ്ങളെ കബളിപ്പിച്ചു. അതെ, ഏറ്റവും അവസാനം അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോ കൂട്ടി. ദേശീയപാത പൂർത്തീകരിക്കുന്നതിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ മുരളീധരനെതിരെ. ദേശീയപാത വികസനത്തിന് സഹായകരമായത് UPA സർക്കാർ പാസാക്കിയ NARR നിയമമാണ്. ക്രെഡിറ്റ് അടിക്കുവാൻ വന്ന മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പാത തകർന്നു വീഴുമ്പോൾ അയ്യോ ഞങ്ങളല്ലേ എന്ന് പറയുന്നത് പരിഹാസ്യമാണ്. അടുത്ത ഗെയിൽ പൈപ്പ് ലൈൻ. വികസന പദ്ധതികൾക്കെതിരായ എല്ലാ സമരങ്ങളും നയിച്ചത് CPM-ഉം LDF-ഉമാണ്. ഗെയിൻ ഭൂമിക്കടിയിൽ ബോംബാണെന്ന് പ്രക്ഷോഭം നടത്തിയ ആളാണ് ഇപ്പോഴത്തെ മന്ത്രി. അപ്പൊ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചോദിക്കേണ്ടത് CPM-കാരോടാണ്. നിങ്ങൾ പണ്ട് ഇതിനെതിരെ നടത്തിയല്ലോ എന്ന്. അതല്ല VD സതീശനോട് അല്ല ചോദിക്കേണ്ട ഈ ചോദ്യങ്ങൾ. അടുത്ത സംഘപരിവാർ ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴി വികസന പ്രവർത്തനങ്ങൾ തടയിടാൻ നോക്കിയതിനെ കുറിച്ച്. അതായത് കോൺഗ്രസ് അതിന് കൂട്ടുനിന്നു എന്നാണ് കിഫ്ബി അല്ല, കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴി ED ഉപയോഗിച്ച ആൾക്കാരെ തടസ്സപ്പെടുത്തിയത്. അപ്പൊ അതിനായിരിക്കും ആ ചോദ്യത്തിന് ഉത്തരവില്ല. അടുത്ത കിഫ്ബിയിലാണ് ബജറ്റ് വഴി പദ്ധതി അടങ്കലിന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതികൾ മാത്രമാണ് കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്നത്. കിഫ്ബി കടമെടുത്ത പണം കേരളം തന്നെയാണ് വീട്ടേണ്ടത്. മറ്റൊരു ചോദ്യം പ്രധാനപ്പെട്ടത്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എന്തായി എന്നാണ് ചോദിക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകൾ ദുരന്തമുണ്ടായി 1 വർഷം പൂർത്തിയായപ്പോഴല്ലേ സർക്കാർ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത്. അത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ്. സിൽവർ ലൈനിന്റെ കുറ്റി പറിക്കാൻ സമരം ചെയ്ത പ്രതിപക്ഷത്തിനെ കുറിച്ച്. കേരളയിൽ വരും കേട്ടോ എന്ന വീരവാദം മുഴക്കിയിട്ട് എത്ര കാലമായി. ഒട്ടേറെ ബദൽ നിർദ്ദേശങ്ങൾ UDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഇല്ല. അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കഴിഞ്ഞ ചോദ്യങ്ങളിലെല്ലാം ഇതിനുള്ള ഉത്തരമുണ്ട്. കാരണം കേരളത്തിൽ നടക്കുന്ന ഏതു പദ്ധതിയെയും എതിർത്തിട്ടുള്ളവരാരാണ്? ഇവിടെ CPM ആണ്. ഇതിനെല്ലാം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും എതിർപ്പ് പറഞ്ഞിട്ടുള്ളവരാണ് ഈ CPM. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഈ മറ്റു ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ആ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ സതീശൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ ചേർത്ത് പിടിക്കുന്ന തൊലിക്കെട്ടി അപാരം. അതെ, അത് അപാരം തന്നെയാണ്.